ഹായ്, നിങ്ങളൊരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കയ്യിൽ ക്യാഷായി, അതായത് ലിക്വിഡ് ക്യാഷായി 20,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കാറുണ്ടോ? ലോണായിട്ടോ സഹായമായിട്ടോ എന്തെങ്കിലും രീതിയിൽ കൊടുക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ച്, അതായത് ഹൈക്കോർട്ടിലെ ഒരു വിധിയാണ്. അതായത് കയ്യിൽ ക്യാഷായി നിങ്ങൾ 20,000 എബവ് ക്യാഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് അപ്പം തന്നെ നഷ്ടപ്പെടുകയാണ്. ഇത് വെറും ഒരു ഒപ്പീനിയൻ മാത്രമല്ല, എസ്പെഷ്യലി ആ ഓർഡറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 269SS. ആ സെക്ഷൻ പ്രകാരം നിങ്ങൾ 20,000 മുകളിൽ ഒരു ലോൺ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലാണ്. സോ അങ്ങനെ കൊടുക്കുന്ന ഒരു ലോൺ അതൊരു ലീഗലി എൻഫോഴ്സബിൾ ഡെപ്റ്റ് അല്ല. സോ നിങ്ങളുടെ കയ്യിലൊരു ചെക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ കൂടി ലീഗലി എൻഫോഴ്സബിൾ അല്ലാത്ത ഒരു ഡെറ്റിനെ നിങ്ങൾ കോടതിയിൽ പോയി ക്ലെയിം ചെയ്യാൻ നോക്കുമ്പോൾ അത് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതവിടെ നിലനിൽക്കില്ല. മാത്രമല്ല, നിങ്ങളൊരു ഇല്ലീഗലായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുത്തു എന്നിരിക്കെ സെക്ഷൻ 271 പ്രകാരം നിങ്ങൾക്കെതിരെ ഒരു പെനാൽറ്റി ഈടാക്കുവാനും ആ പ്രൊവിഷനിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഐഡിയലി നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഏത് പേയ്മെൻ്റ് ആയാലും അത് ബാങ്ക് വഴിയോ ചെക്ക് വഴിയോ UPI വഴിയോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയാണ് ചെയ്യേണ്ടത്. സോ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എപ്പോഴും 20,000 രൂപയ്ക്ക് താഴെ വേണം വെക്കാൻ. സോ ഐഡിയലി നിങ്ങൾ ഒരാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പണം കൊടുത്ത് നിങ്ങൾ തന്നെ ഒരു ട്രബിളിലാവാണ്ടിരിക്കാൻ വേണ്ടി കരുതിയിരിക്കുക. സ്റ്റേ അവെയർ, സ്റ്റേ കംപ്ലൈൻറ്റ്. This is Nitin and I speak on finance and compliance.